റോഡ് വിഭജിക്കാതെ ടെൻഡർ നടപടി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തുടർ സമരത്തിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് ആക്ഷൻ സമിതി. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് 8.4 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിലവിൽ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ മാത്രം ടെൻഡർ നടപടി എന്നതാണ് പ്രതിഷേധത്തിന് കാരണം. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 17 വർഷമായി സമരത്തിലാണ് റോഡ് ആക്ഷൻ സമിതി. റോഡ് വിഭജിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിനെതിരെയാണ് വീണ്ടും പ്രതിഷേധമുയരുന്നത്. ലെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം. 2011 മുതൽ ആക്ഷൻ സമിതി രൂപീകരിച്ചു. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് നിരവധി സമരങ്ങൾ. ചരിത്രകാരൻ MGS നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സമരങ്ങളെല്ലാം. റോഡ് ഉപരോധിച്ചതിന് അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ കാലമിത്ര കഴിഞ്ഞിട്ടും റോഡിന്റെ വികസനം സാധ്യമായില്ല. 8.4 കിലോമീറ്റർ ആണ് ആകെ റോഡ്. ഈ റോഡ് ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ 5.3 കിലോമീറ്റർ ഭാഗം മാത്രമാണ് ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയതെന്ന അറിയിപ്പ് ലഭിച്ചത്. റോഡ് വിഭജിച്ച് ടെൻഡർ നടത്താനുള്ള തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണ് ആക്ഷൻ സമിതി. തുടർ സമരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്കിപ്പം ഇത് സ്റ്റേറ്റ് ആണോ നാഷണൽ ആണോ ഇൻ്റർനാഷണൽ ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെ ഇപ്പോൾ 24 മീറ്റർ വീതിയിൽ സ്ഥലമെടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞിരിക്കുകയാണ്. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 6-7 മാസം കൊണ്ട് പൂർണ്ണമായും റോഡ് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ആ റോഡ് മാനാഞ്ചിറ മുതൽ വെള്ളിമാടുകുന്ന് വരെ പൂർണ്ണമാക്കണം, പ്രവൃത്തി ഉടൻ ആരംഭിക്കണം. ആ ഒറ്റ ഡിമാൻഡിൽ അന്ന് പറഞ്ഞു തന്നെ ഇന്നലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള ഭാഗം ദേശീയപാത 766 ടെൻഡർ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നടപടികൾ പൂർത്തിയായി നിർമ്മാണ ജോലികൾ തുടങ്ങാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും റോഡ് ആക്ഷൻ സമിതിയും. റോഡിന്റെ വീതിക്കുറവ് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ റോഡ് ഏറ്റെടുത്താലും വികസനം വേഗത്തിൽ സാധ്യമാക്കണമെന്നാണ് ആവശ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ആക്ഷൻ കമ്മിറ്റി ഒപ്പം യാത്രക്കാർ ഇവർക്കൊക്കെ ആശങ്കയുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഈ റോഡിൽ നിരവധി ആളുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ആക്സിഡൻ്റ് ഭാഗമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തിനിടെ 100ഓളം ആളുകളാണ് മരിച്ചു വീണിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റോഡ് വളരെ വേഗത്തിലാക്കണമെന്ന നിവേദനവുമായി ഞങ്ങൾ പോയിട്ടുള്ളത്. ആശങ്കയുണ്ട്. ഇതിപ്പം 17 വർഷമായി ഇപ്പോൾ ഈ മലാപ്പറമ്പിലെ ആക്ഷൻ കമ്മിറ്റി ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. അതായത് NH66 വർക്ക് നടക്കുന്നു, അതിൻ്റെ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ വാഹനങ്ങൾ കൂടുതലായിട്ട് എത്തുന്നു. ഇപ്പം മലാപ്പറമ്പിൽ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി വേഗത്തിലാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരനായി എനിക്കും പറയാനുള്ളത്. മാനാഞ്ചിറയിൽ നിന്ന് വെള്ളിമാടുകുന്ന് വരെയുള്ള യാത്രാക്ലേശം വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കോളനിവാസികളെ. അപ്പോൾ അതിനു വേണ്ടിയും കൂടിയാണ് ഈ റോഡ് വൈഡനിങ് ഒക്കെ വേണ്ടി വന്നത്. അത് 17 വർഷം ഞങ്ങൾ കാത്തു നിന്നിട്ട് ഇതുവരെ അതിനൊരു പരിസമാപ്തിയിലെത്തി എന്ന് പറയുമ്പോഴാണ് കലമുടക്കുക എന്നുള്ള പരിപാടി പോലെ ഈ 3 കിലോമീറ്റർ അതിൽ നിന്ന് വിട്ടുകളഞ്ഞത്. ആ വെള്ളിമാടുകുന്ന് വരെ ഉള്ളതും കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് ഒരു കോളനി ഒരു ഒരു ദുഃഖിതനായിട്ടുള്ള ഒരു കോളനിവാസിയുടെ ഒരു അഭിപ്രായം.